ക്ഷേത്ര സംരക്ഷണ സമിതി കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകട്ടെ, കാര്യങ്ങൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടണം, വിശ്വാസികളും അതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോഴാണ് മന്ത്രി മറുവശത്ത് പലതിലും അമിതമായി ഇടപെടൽ ഉണ്ടാകുന്നു, ബഹുമാനക്കുറവല്ല എന്ന് പറയുന്നത്. അവിടെ മറ്റൊരു കാര്യം ശ്രീ വിനയേന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി. ആരോഗ്യ മേഖലയ്ക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നൊരു സമയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഒരു മലക്കം മറിച്ചിൽ ഈ ഒരു വിഷയത്തിൽ നിലപാട് പറഞ്ഞുകൊണ്ട് ദേവസ്വം മന്ത്രി നടത്തി, അങ്ങനെ കരുതേണ്ടതുണ്ടോ? അതോ അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ടോ? അതേ ആശങ്ക താങ്കൾക്കുമുണ്ടോ? ഇങ്ങനെ ഇടപെടലുകൾ കൂടുന്നുണ്ട്, അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? നോക്കൂ, സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കോടതിയെക്കുറിച്ച് ദേവസ്വം ബോർഡ് കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ ഈ ഇന്നത്തെ പകർച്ച അസുഖങ്ങളെക്കുറിച്ച് കണക്ട് ചെയ്യുന്ന വളരെ മ്ലേച്ഛമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഇടതുപക്ഷ സുഹൃത്ത് ഏത് അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രിയെ ഇപ്പോ ഈ പകർച്ചപ്പനിയുമായി കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. അത് വേറെ ഇത് വേറെ, രണ്ടിൻ്റെയും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വകുപ്പ് മന്ത്രി ദേവസ്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് മറച്ചു വെക്കാനാണ് എന്ന് പറയും. നമ്മൾ ഇന്ന് എന്ത് മറച്ചു വെക്കാനുള്ളതാണ് എനിക്ക് മനസ്സിലാവില്ല. കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പും ദേവസ്വം വകുപ്പും ഏറ്റെടുത്തതിന് ശേഷം സംസ്ഥാനത്തിന്റെ മന്ത്രി എന്നുള്ളതിൽ കാര്യക്ഷമമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ താഴെ കിടക്കാൻ ഒരു രോഗികളെ അനുവദിക്കത്തില്ല എന്ന് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾ പ്രഖ്യാപിച്ച ഒരാളാണ്. പുലയനാർ കോട്ടയിൽ രോഗികൾ കിടക്കാൻ വേണ്ടി ശാശ്വതമായ പരിഹാരം കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ആളാണ്. ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും വളരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. ആ പറഞ്ഞതിനർത്ഥം എനിക്ക് മനസ്സിലാവും, അത് വളരെ മോശമായി പോയി. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ഇവിടെ മറച്ചു വെക്കാനൊന്നുമില്ല ശ്രീ വിനയേന്ദ്രൻ. ആരോഗ്യ മേഖലയിലൊന്നും മറച്ചു വെക്കാനില്ല. കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 10 വർഷം നിങ്ങൾക്കറിയാം, ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അത് സിസ്റ്റത്തിന്റെ കുഴപ്പമെന്നാണ് പറഞ്ഞ എല്ലാം. ഓരോ വിഷയം വരുമ്പോഴും സിസ്റ്റത്തിന്റെ. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നില്ല ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം ആണെന്ന് പറയുന്നില്ല. ഒരു സിസ്റ്റത്തിന്റെ പേര് പറഞ്ഞ് മണ്ണിടിഞ്ഞ് വീണ് രോഗി മരിച്ചപ്പോ, കൂട്ടിരിപ്പുകാർ മരിച്ചപ്പോ, വന്ദന എന്ന് പറയുന്ന ആരോഗ്യ ഡോക്ടറെ ഒരാൾ കയറി ആ ആശുപത്രിയുടെ OP വെച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയപ്പോ അതിനെയൊക്കെ സിസ്റ്റത്തിന്റെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, ഇപ്പൊ വിഷയം അതല്ലാത്തോണ്ട് കിടക്കുന്നത്. പക്ഷേ അത് മറച്ചു വെക്കാനെന്ന് പറഞ്ഞത് വളരെ ബാലിശമായി പോയി എന്ന്, അത് ഒരു കാരണവശാലും അവതാരകയും അത് കൂട്ടുപിടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ ഇല്ല. ചോദ്യമാണ് ചോദിച്ചത്. അതായത് ഇവിടെ ഒരു ആരോപണം വരുന്നു, അതായത് ഇപ്പോൾ പെട്ടെന്നൊരു വിമർശനം ഉണ്ടാകുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും. ഇന്നലെയും ഇന്നുമായി നിരന്തരമായി ആ വിമർശനം അല്ലെങ്കിൽ ആ നിലപാട്, ആ ആശങ്കകൾ അദ്ദേഹം തുടരുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധ തിരിക്കാനാണോ ഇവിടെ പറഞ്ഞത്? അത് ശരിയാണോ എന്നായിരുന്നു ചോദ്യം, അല്ലാതെ അതിന് കൂട്ടുപിടിച്ചതല്ല. അതൊരിക്കലും ശരിയല്ല. 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ 2 വിഷയങ്ങളിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് മന്ത്രിക്ക്. അപ്പൊ മന്ത്രി ഇന്ന് പറഞ്ഞത് ആരോഗ്യ മേഖലയെ കുറിച്ചല്ല, ഇന്നലകളിൽ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ ഇന്ന് പത്രക്കാർ പോലും ചോദിക്കാത്ത ചോദ്യമാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് മറച്ചു വയ്ക്കാനാണോ എന്നുള്ളത്. അത് ശരിയായില്ല. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞ വിഷയം, ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇവിടെ വിനയേന്ദ്രൻ സൂചിപ്പിക്കുക, ഒരു പൂ വാങ്ങുകയാണെങ്കിൽ പോലും സർക്കാരിന് ഇടപെടും. ഞാൻ പറയട്ടെ, സർക്കാർ SIT വിഷയത്തിൽ മന്ത്രി ഇപ്പൊ അവിടെ സൂചിപ്പിച്ചു. സത്യം പറഞ്ഞാൽ കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ SITയുടെ അന്വേഷണം ദ്രുതഗതിയിലായതും CPMന്റെ സഹാക്കന്മാർ ജയിലിലായതും. അതേ കോടതി കോടതിയുടെ ഇടപെടൽ കർക്കശമാകാത്തത് കൊണ്ടാണ് അവിടെ നമുക്കറിയാം SITയുടെ അന്വേഷണവും അതേപോലെ റിപ്പോർട്ട് കൊടുത്തതും ചാർജ് കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ചാർജ് കൊടുത്തതോടുകൂടി എല്ലാവർക്കും അവിടെ, അതുപോലെ 90 ഡേയ്സ് കഴിഞ്ഞ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ബെയിൽ കിട്ടിയത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ബെയിൽ കിട്ടേണ്ടതാണോ? ബെയിൽ കിട്ടേണ്ടതല്ല. കാരണം ഈ പറഞ്ഞ ഒരു പ്രതി ഇപ്പം മരണപ്പെട്ടു. വളരെ വ്യക്തമായ തെളിവുകളാണ് കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഇവരെടുത്ത മോഷണം, സ്വർണ്ണക്കൊള്ള, വളരെ വ്യക്തമായ തെളിവുകൾ കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കൊടുക്കാൻ കോടതിക്ക് ബാധ്യതയായി മാറി. കാരണം സമയത്തിന് ആ കേസിന്റെ അന്വേഷണം പല ഭാഗത്തും തടസ്സപ്പെട്ടു. അതുമാത്രവുമല്ല, യഥാർത്ഥ പ്രതികൾ ജയിലിൽ കിടന്നപ്പോ SIT അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ
തൊണ്ടി കണ്ടുപിടിക്കാൻ തൊണ്ടി സാധനങ്ങൾ ഹാജരാക്കാൻ പരാജയപ്പെട്ടു. തൊണ്ടി സാധനങ്ങൾ ഹാജരാക്കിയിട്ടില്ല. ചാർജ് സമയത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ SIT രൂപീകരിച്ചു, സർക്കാരിന്റെ ഇടപെടലാണ്. പക്ഷെ പലപ്പോഴും SITയുടെ അന്വേഷണം പിന്നെ ബാലിശമായി പോയി, അല്ലെങ്കിൽ തകരാറിലായി പോയി എന്നാണ് മന്ത്രി പറഞ്ഞത്. നമുക്കറിയാലോ, SIT കോടതി ഇപ്പോ SITയുടെ നിരീക്ഷണത്തിലല്ല. കോടതിയിലെ പലപ്പോഴും SITയുടെ ഒരു ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കം കാണുന്നുണ്ട്, അതിനകത്ത് മന്ദം കാണുന്നുണ്ട്, മന്ദീഭവിക്കുന്നുണ്ട്. അതിലൊന്നും കോടതി ഇടപെടുന്നില്ല. കോടതി കൃത്യമായി അതിനകത്ത് ഇടപെട്ടത് കൊണ്ടാണ് തുടക്കത്തിലൊക്കെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോയത്. പക്ഷേ അവസാന ദിവസങ്ങളിൽ അതിനകത്തൊരു വളരെ ബാക്ക് പോയി എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ നമുക്കറിയാലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കാൻ പറഞ്ഞപ്പോ മാത്രം ഒരു പാനൽ കൊടുക്കണമെന്നും ആ പാനലിൽ നിന്ന് സർക്കാർ തീരുമാനിക്കുമെന്നൊക്കെ പറയുമ്പോൾ കോടതി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ സർക്കാരിന്റെ ആവശ്യം ഇവിടെ ഇല്ല. സർക്കാരിന്റെ മറ്റ് ബോർഡുകളിലെല്ലാം സർക്കാർ തീരുമാനിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രം എന്തിന് പാനൽ കൊടുക്കണം, എന്തിന് സർക്കാർ കോടതി തീരുമാനിക്കണമെന്നാണ് മന്ത്രി ചോദിച്ചത്. എന്താ തെറ്റ്? ആ വിഷയമല്ലേ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അപ്പൊ കോടതിക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാം. കോടതി തീർച്ചയായും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുമാണ്. പക്ഷെ അതിനകത്ത് പല പ്രാവശ്യവും രണ്ട് രീതിയിലുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രം കോടതി തീരുമാനിക്കണമെന്ന് പറയുന്നതിൽ സംശയമുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്.